മണ്ഡല മകരവിളക്ക് ഉത്സവം കഴിഞ്ഞിട്ടും പുനലൂർ കൊച്ചുപമ്പയിൽ തിരക്കിനൊട്ടും കുറവില്ല. മലയിറങ്ങുന്ന അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരുടെ പ്രധാന സങ്കേതമാണ് ശബരിമലയുടെ താവളമായ പുനലൂരിലെ കൊച്ചുപമ്പ. ദക്ഷിണ ഭാഗീരഥിയാണ് പമ്പയെങ്കിൽ പുനലൂരിന്റെ കൊച്ചുപമ്പയാണ് കല്ലടയാർ. പുനലൂർ കല്ലടയാറിന്റെ തീരത്ത് മണ്ഡല മകരവിളക്ക് ഉത്സവകാലമായാൽ ഇങ്ങനെ ശബരിമല തീർത്ഥാടകരുടെ തിരക്കേറും. സീസൺ കടകളും നിറയും. ഇവിടെയാണ് ശബരിമല തീർത്ഥാടനം കഴിഞ്ഞുവരുന്ന ഭക്തർ പ്രധാന സങ്കേതമാക്കുന്നത്. പമ്പയെ അനുസ്മരിപ്പിക്കും വിധം രാപ്പകൽ വ്യത്യാസമില്ലാതെ സീസൺ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നതിനാലാണ് കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ പുനലൂർ TB ജംഗ്ഷന് സമീപമുള്ള ഈ പ്രദേശം കൊച്ചുപമ്പയെന്ന് അറിയപ്പെടുന്നത്. തീർത്ഥാടന കാലത്ത് മാത്രമായി നഗരസഭയിൽ നിന്നും പ്രത്യേക അനുമതി വാങ്ങിയാണ് ഓരോ വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. കേരളത്തിന്റെ തനതുൽപ്പന്നങ്ങളായ കുരുമുളക്, ഏലം, ഗ്രാമ്പു, കറുവപ്പട്ട തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും നാടൻ വെളിച്ചെണ്ണയും വാഴയ്ക്ക ഉപ്പേരിയും അടക്കം അന്യസംസ്ഥാനക്കാർക്ക് ഇഷ്ടപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് വിൽപ്പനയ്ക്കായി നിരന്നിരിക്കുന്നത്. சபரிமலையில் நேற்று நல்ல தரிசனம் கிடச்சிது. அது முடிச்சுட்டோம். புனலூர்னாவே கொஞ்சம் குவாலிட்டியான பொருள் கிடைக்கும். அது மாதிரி தரமான பொருளும் கிடைக்கும். ரேட்டும் கொஞ்சம் மலிவாகவும் இருக்கும். சென்னையை கம்பேர் பண்ணணும்னு வச்சுக்கோங்களேன், இங்கே நல்லா இருக்கும். தரமான பொருள், ரேட்டு டிஃப்ரெண்ட்டுக்காக தான். அதுக்காக தான் இங்கே வந்து பர்ச்சேஸ் பண்ணலான்னு വന്നു. കൂടാതെ മധുര പലഹാരങ്ങൾ, അയ്യപ്പ ഭക്തരെ ലക്ഷ്യം വെച്ചുള്ള വെജിറ്റേറിയൻ ഭക്ഷണശാല തുടങ്ങിയവ വേറെയും. പണ്ട് മുതലുള്ള ആൾക്കാർ ഇവിടെ ഈ ശബരിമല സീസണായിട്ട് ചെറുതായിട്ട് തുടങ്ങി വെച്ചതാണ്. ഇപ്പം ഇത് വലുതായിട്ട് പുരോഗമിച്ച് സ്വാമിമാർക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സാധനങ്ങളൊക്കെ നല്ല സാധനങ്ങൾ ബോധ്യപ്പെട്ട് അങ്ങനെയാണ് ഇവിടെ ഇത്രയും തിരക്ക് കൂടാൻ കാരണം. മകരവിളക്ക് ഉത്സവം കഴിഞ്ഞ് മലയിറങ്ങുന്ന അന്യസംസ്ഥാന തീർത്ഥാടകരുടെ തിരക്കാണിപ്പോൾ. തീർത്ഥാടനകാലം പൂർണ്ണമായി അവസാനിക്കുമ്പോൾ ഈ കടകളും പൊളിച്ചു നീക്കും. പിന്നീട് അടുത്ത സീസൺ വ്യാപാരത്തിനായുള്ള കാത്തിരിപ്പാണ്. അമൃത ന്യൂസ്, കൊല്ലം.